ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിന്റെ പുസ്തകം 17-ാം അധ്യായം 7-ാമത് വാക്യം. ദുഃഖം ഹേതുവായി എൻ്റെ കണ്ണ് മങ്ങിയിരിക്കുന്നു, എൻ്റെ അവയവങ്ങളൊക്കെയും നിഴൽ പോലെ തന്നെ എന്നുള്ള വചനമാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ തീവ്രമായ ദുഃഖ സന്ദർഭങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന വാക്കുകളാണ്. ദുഃഖങ്ങളുടെ തീവ്രത വ്യത്യസ്തങ്ങളാണ്. ചില സന്ദർഭങ്ങളിലെ ദുഃഖങ്ങൾ നമുക്ക് ആശ്വസിക്കുവാൻ കഴിയാറുണ്ടെങ്കിലും ചില സന്ദർഭങ്ങളിൽ നമുക്ക് താങ്ങുവാൻ കഴിയുന്നതിനപ്പുറത്തുള്ള വേദനകളും ദുഃഖങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വന്നു എന്ന് വരാം. എന്നാൽ മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ ഓർപ്പിക്കുന്നത് ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും എന്നതാണ്. ഒരു കാലഘട്ടം ദുഃഖത്തിൻ്റെയും വേദനകളുടെയും കാലഘട്ടമാണെങ്കിലും ആ ദുഃഖത്തിൻ്റെ കാലഘട്ടം മാറി ആശ്വസിക്കുവാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മെ കൊണ്ടുവരുന്ന ദൈവത്തെക്കുറിച്ചാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം 16-17 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ഏറിയ കാലഘട്ടം ജീവിച്ചിരുന്ന അബ്രഹാമിൻ്റെ വീട്ടിൽ നിന്ന് പ്രതീക്ഷകൾ മുഴുവൻ നഷ്ടപ്പെട്ട് ഒരു മകനെയും കൂട്ടിക്കൊണ്ട് എങ്ങോട്ട് പോകണമെന്നറിയാതെ ഇറങ്ങിത്തിരിക്കുന്ന ഒരു ഹാഗാറിനെയും അവിടെ കയ്യിലുണ്ടായിരുന്ന വെള്ളവും അപ്പവും തീർന്ന് മരുഭൂമിയുടെ ഏകാന്തതയിൽ വന്നു നിൽക്കുമ്പോൾ എങ്ങനെ മുൻപോട്ട് പോകും, മകന്റെ പ്രാണൻ നഷ്ടപ്പെടുവാൻ പോകുന്നതായ പശ്ചാത്തലത്തിൽ അവൾ അതിദുഃഖത്തോടെ നിലവിളിക്കുന്ന ഒരു നിലവിളിയുടെ ശബ്ദമാണ് അവിടെ രേഖപ്പെടുത്തപ്പെടുന്നത്. ആ സങ്കടത്തിൻ്റെ മുൻപിൽ, അതിതീവ്രമായ ദുഃഖത്തിൻ്റെ നടുവിൽ അവളുടെ അരികിലേക്ക് ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ ദൂതൻ തന്നോട് ഓർമ്മപ്പെടുത്തുന്നത് ബാലൻ കിടക്കുന്ന ഇടത്ത് അവന് വേണ്ടി ദൈവത്തിൻ്റെ ഒരു കരുതലുണ്ടായി എന്ന് പറഞ്ഞ് അവിടെ കണ്ണുനീരൊപ്പുന്നത് കാണുവാൻ സാധിക്കുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 62-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിദുഃഖത്തോടെ പുറത്തിറങ്ങി കരയുന്ന ഒരു പത്രോസിനെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. താൻ ചെയ്തു പോയതായ തെറ്റുകളുടെ മുൻപിൽ അനുതപിച്ച് സങ്കടപ്പെട്ട് ആഴമായി കരയുന്ന ഒരു പത്രോസിനെയാണ് കാണുന്നത്. ഒരിക്കലും പറയുവാൻ പാടില്ലാത്തത് പറഞ്ഞു, ഒരിക്കലും ചെയ്യുവാൻ പാടില്ലാത്തത് ചെയ്തു. എങ്കിലും അവൻ്റെ കണ്ണുനീരിൻ്റെ മുൻപിൽ അവന് വേണ്ടി കരുണ കാണിച്ച ഒരു ദൈവത്തെയും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അതിദുഃഖത്തോടെയാണ് എന്നെ കേൾക്കുന്നതെങ്കിൽ നിങ്ങളുടെ ദുഃഖകാലം മാറി നിങ്ങൾക്കൊരാശ്വാസകാലം തരുന്ന ദൈവം ഇന്നും നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു എന്നോർക്കുക.
ആ തലത്തിലുള്ള ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മെ സമർപ്പിക്കുന്നവരായി തീരാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, അങ്ങയുടെ വലിയ കരുണ ഞങ്ങളുടെ മേൽ ചൊരിയണമേ. പാപം ചെയ്ത് സങ്കടപ്പെട്ട് കരയുന്ന പത്രോസിനു വേണ്ടി പ്രവർത്തിച്ച ദൈവം, മകന്റെ മരണം കാണുവാൻ കഴിയില്ല എന്ന് പറഞ്ഞ് കരയുന്ന ഒരു ഹാഗാറിനു വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിച്ച ദൈവം, ജീവിതത്തിൽ അതിദുഃഖത്തിലായിരിക്കുന്നു എന്ന് പറഞ്ഞ പത്രോസിനു വേണ്ടി മാത്രമല്ല, ഭക്തനായ ഇയ്യോബിന് വേണ്ടി പ്രവർത്തിച്ച ദൈവം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് കൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.